അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യാസീൻ 29 ആയത്ത് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തജ്വീദ് സഹിതം ഓതി മനസ്സിലാക്കി അല്ലേ? ഇൻഷാ അല്ലാഹ് 30-ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹസ്റതൻ അലൽ ഇബാദി മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. യാൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് അലിഫ് ഉണ്ട്. അപ്പോൾ അവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഹസ്റോത്തൻ, സീൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. സീന് ഹഫ് സുക്കൂന് കൊടുക്കുക. ഹസ്റോത്തൻ. എൻ്റെ മുകളിൽ രണ്ട് ഫത്ഹ ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? അവിടെ വ്യക്തമാക്കിയിട്ട് തൻ എന്ന് ഓതണം കേട്ടോ. ഹസ്റോത്തൻ അലൽ ഇബാദി. അലൽ ഹംസത്തുൽ വസ്ലിൻ്റെ മുന്നേ നീട്ടാനുള്ള മദ്ദക്ഷരങ്ങൾ വന്നാൽ നമ്മൾ നീട്ടില്ല എന്ന് പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അല എന്ന് നീട്ടില്ല, കൂട്ടിച്ചേർത്തോതും. പകരം നമ്മൾ കൂട്ടിച്ചേർത്തോതും. അലൽ ഇബാദി എന്ന് ഓതും അല്ലേ? ഇബാദി എന്ന് പറയുന്നിടത്ത് ഇതാക്കേണ്ട ഒരു ജീമിൻ്റെ ചിഹ്നം ഉണ്ട് അല്ലേ? നമുക്കവിടെ നിർത്തണമെങ്കിൽ നിർത്താം, കൂട്ടിച്ചേർത്ത് ഓതി പോകണമെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. രണ്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, നിർത്തുമ്പോൾ എങ്ങനെയാണ്? അലൽ ഇബാദ് സുക്കൂന് കൊടുത്ത് നിർത്തണം കേട്ടോ. ഇവിടെ ദാലിന് സുക്കൂന് കൊടുത്ത് നിർത്തണം. ദാലിന് സുക്കൂന് വരുമ്പോൾ നമുക്കറിയാവുന്നതാണ്, അവിടെ ഫുള്ള് സുക്കൂന് കൊടുക്കണം. അലൽ ഇബാദ് ഫുൾ സുക്കൂന് കൊടുത്ത് നിർത്തണം കേട്ടോ. ഓക്കെ, കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ അലൽ ഇബാദി മാൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി ഓതണേ. മയതീഹിം ഹഫ് സുക്കൂന്, ഹംസൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. തീ താൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി കൊടുക്കുക. തീഹിം. മീമിന് ശേഷം മീമ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം. തീഹിം. അതിനുശേഷം നോക്കൂ, നൂൻ്റെ മുകളിൽ സുക്കൂൻ ഇല്ലെങ്കിൽ നമ്മളവിടെ മിൻ എന്ന് ഓതില്ല. ഇത് നമുക്കറിയാവുന്നതാണ് അല്ലേ? അപ്പം നമ്മളവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ നൂനിന് ശേഷം റോ വന്നാൽ, റോ അല്ലെങ്കിൽ ലാം, ഈ രണ്ട് ലെറ്റേഴ്സ് വന്നാൽ ഇവിടെ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതില്ല. പക്ഷേ കൂട്ടിച്ചേർത്ത് ഓതും, മണിക്കില്ല. ഓക്കെ, അപ്പം ഇവിടെ എങ്ങനെ ഓതും? മിർ റസൂലിൻ. ഓക്കെ, ഇങ്ങനെ ഓതണം കേട്ടോ. മിർ റസൂലിൻ. ഇല്ല ലാമിൻ്റെ മുകളിൽ ശബ്ദ വന്നിട്ടുണ്ട്. ലാമിൻ്റെ കൂടെ മദ്ദും ഉണ്ട്. അപ്പോൾ കട്ടി കൂട്ടുകയും വേണം, രണ്ടനക്കം നീട്ടുകയും വേണം. ഇല്ല. കാനു. കാഫിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി കൊടുക്കണേ. കാനു. ഇവിടെയും വാവ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ഇവിടെ ഹ കഴിഞ്ഞിട്ട് ഒരു ചിഹ്നം വന്നിട്ടുണ്ട് അല്ലേ? ഹന് ശേഷം ഈ ചിഹ്നം നമ്മൾ കണ്ടാൽ അവിടെ ഈ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. കാനൂബിഹി. ഓക്കെ, കാനൂബിഹി യസ്തഹ്സിഊൻ. സീൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ ഹഫ് സുക്കൂന് മതി കേട്ടോ. ഇവിടെയും ഹന് സുക്കൂന് വന്നിട്ടുണ്ട്. നമ്മുടെ സീനിന് സുക്കൂന് കൊടുത്തതുപോലെ തന്നെ ഹാഫ് സുക്കൂന് മതി. യസ്തഹ്സിഊൻ. ഇവിടെ ഹംസേനെ നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. തജ്വീദ് നിയമം നോക്കാം. അലം, മീമിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. നമ്മളവിടെ മീമിനെ വ്യക്തമായിട്ട് അലം എന്ന് ഓതണം കേട്ടോ. അലം യറൗകം. ഇവിടെയൊക്കെ മീമിൻ്റെ മുകളിൽ സുക്കൂന് വരുമ്പോഴേ ഒരു മണിക്കൽ അറിയാതെ നമുക്ക് വന്നു പോകും. അലം യറൗകം, അവിടെ മണിക്കരുത് കേട്ടോ. മണിക്കാതെ വ്യക്തമായിട്ട് അലം യറൗകം. ഓക്കെ, അലം യറൗകം. ൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. ഹാഫ് സുക്കൂൻ കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കൊടുത്താൽ മതി. ഫുൾ സുക്കൂന് കൊടുക്കരുത് കേട്ടോ.
അഹ്ലക് അഹ്ലക്. കാഫിൻ്റെ മുകളിലും സുക്കൂനുണ്ട്, അവിടെയും ഹാഫ് സുക്കൂനും മതി. അഹ്ലക് അഹ്ലക്ന. നാൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടുക കേട്ടോ. അഹ്ലക്ന ഖബ്ലഹും. ഖാഫ് കഴിഞ്ഞിട്ട് ബ ആണ് അല്ലേ. ബൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ നമ്മൾ പഠിച്ചതാണ്, ഫുള്ള് സുക്കൂന് കൊടുക്കണം. ഖബ്ലഹും. മീമിന് ശേഷം മീമു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതും. ഖബ്ലഹും മണിച്ചു കൂട്ടിച്ചേർക്കണം കേട്ടോ. മിനൽ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും. ഖുറൂനി എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, വാവ് മദ്ദുണ്ട്, രണ്ടനക്ക് നീട്ടി കൊടുക്കുക കേട്ടോ. ഖുറൂനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഖുറൂനി അല്ല കേട്ടോ. ഖാഫ് തൊണ്ടയെന്നും വരണം. മിനൽ ഖുറൂനി. ഇവിടെയും കണ്ടോ ഖാഫുള്ള സ്ഥലത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ നാവിൻ്റെ മൊരട് ഭാഗത്ത് നിന്ന് വരുന്ന ലെറ്ററാണ് ഓക്കെ, ശ്രദ്ധിക്കുക. ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും. നൂൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, നന്നായിട്ട് മണിച്ചെടുക്കണം അല്ലേ. നമ്മൾ പഠിച്ചതാണ്, നൂനിൻ്റെയും മീമിൻ്റെയും മുകളിൽ ശബ്ദം വന്നാൽ നന്നായിട്ട് മണിച്ചെടുക്കണം എന്നല്ലേ. അന്നഹും. ഇവിടെ മീമിനെ വ്യക്തമാക്കി ഓതുക കേട്ടോ. ഇലൈഹിം മീമിനെ വ്യക്തമാക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ലാ യർജിഊൻ നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, 32-ാമത്തായ وَإِن كُلٌّ لَّمَّا جَمِيعٌ لَّدَيْنَا مُحْضَرُونَ. തജ്വീദ് ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ നൂൻ്റെ മുകളിൽ സുക്കൂനില്ലല്ലോ, നമ്മൾ എന്ന് ഓതില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്ന് വ്യക്തമാക്കാതെ മറച്ച് മണിച്ചോദനം. കുല്ലു ലാൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കുല്ലു കുറച്ച് കട്ടി കൂട്ടി കൊടുക്കുക കേട്ടോ ലാമിന്. കുല്ലുല്ലമ്മ ഇവിടെയും ലാമിന് കുറച്ച് കട്ടി കൂട്ടി കൊടുക്കണേ, ശ്രദ്ധയുണ്ട്. കുല്ലുല്ലമ്മ മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാൽ നമ്മൾക്ക് അറിയാവുന്നതാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കണം അല്ലേ. പിന്നെ മീമിൻ്റെ കൂടെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്, അപ്പം നമ്മൾ എങ്ങനെ ഓതും? കുല്ലുല്ലമ്മ. ഓക്കെ, കുല്ലുല്ലമ്മ. രണ്ടനക്കം നീട്ടിക്കൊടുക്കുക, നന്നായിട്ട് മണിക്കുകയും ചെയ്യുക കേട്ടോ. ജമീഉല്ലദൈന മീമിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കണേ. ജമീഉല്ലദൈന മുഹ്ദറൂൻ. ഹന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. മുഹ്ദറൂൻ ദ്വാദാണ്, ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് മുഹ്ദറൂൻ. ഓക്കെ, നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.